പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ മർത്തമറിയാം അമ്മയുടെ നാമത്തിലുള്ള ശൂനോയോ നോമ്പും വാങ്ങപ്പ് പെരുന്നാളിനോട് ചേർന്നുള്ള ഒരുക്ക നോമ്പായ 15 നോമ്പും, അതിനുശേഷം പല ഭവനങ്ങളും പള്ളികളും മാതാവിൻ്റെ നാമത്തിൽ പ്രത്യേകമായി 8 ദിവസങ്ങൾ നോമ്പ് നോറ്റ് അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിനങ്ങളാണ്. ഈ അവസരം അത് 8 നോമ്പിൻ്റെ സമാപനത്തോടെ നമ്മൾ അടുത്തു വരികയാണ്. ഇന്ന് സെപ്റ്റംബർ 7. നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മർത്തമറിയാം അമ്മയാണ്, നമ്മളുടെ മധ്യസ്ഥ. മർത്തമറിയാം അമ്മയെ സംബന്ധിച്ച് അമ്മ പരിശുദ്ധരിൽ അഗ്രഗണ്യായിരുന്നു. പരിശുദ്ധന്മാരുടെ പരിശുദ്ധ എന്ന് നമ്മൾ അമ്മയെ വിശേഷിപ്പിക്കും. അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ധാരാളം പാഠങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പാഠമാണ് ഇന്ന് നമ്മൾ അടിവരയിടുന്നത്. എന്താണ്? വിനയം. വിനയമാണ് വിശുദ്ധിയുടെ പ്രകാശം. വിനയം വിശുദ്ധിയുടെ വെളിച്ചം എന്ന് നമുക്ക് തലക്കെട്ട് കൊടുക്കാം. അമ്മയെ നോക്കിക്കൊണ്ട് നമ്മൾ അമ്മയിൽ നിന്ന് പഠിക്കുകയാണ്. വിനയം വിശുദ്ധിയുടെ വെളിച്ചം. ഒരാൾ വിശുദ്ധനാണ്, നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം വിനയമാണ്, സൗമ്യതയാണ്. ഒരു സ്കൂളിൽ മറിയക്കുട്ടി പഠിക്കുന്നു. അവൾ കലാമേളയിൽ പ്രസംഗത്തിന് ഏറ്റവും ഉയർന്ന സമ്മാനം അവൾക്കാണ് ഈ വർഷം ലഭിച്ചത്. അവളെ എല്ലാവരും അത്ഭുതത്തോടെ കാണുകയാണ്. പക്ഷേ മറിയക്കുട്ടി അവളുടെ കൂട്ടുകാരോട് എത്ര വിനയത്തോടെയാണ് പെരുമാറുന്നത്. ഇത്രയും വലിയ അംഗീകാരം ലഭിച്ചിട്ടും അവളുടെ മുഖത്ത് നിഗളത്തിൻ്റെ ഭാവമേയില്ല. ഇതൊരു വലിയ കൃപയാണ് എന്ന് നമ്മൾ പറയണം. വിനയത്തിൻ്റെ ഒരു വലിയ ഭാവമാണ് നിഗളമില്ലായ്മ. അത് വിശുദ്ധിയുടെ പ്രകാശനങ്ങളിലൊന്നാണ്. അതേപോലെ തന്നെയാണ് വിനയമുള്ള ഒരു കുഞ്ഞ് അധ്യാപകരോട് വിധേയത്വത്തോടുകൂടെ പെരുമാറും. അപ്പോൾ വിനയം വിധേയത്വമാണ്. അധ്യാപകർ പറയുന്ന നിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നു. അതെൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുവാൻ കെൽപ്പുണ്ടാക്കുന്നു. മാതാപിതാക്കളോട് അനുസരണയുള്ളവരായി പെരുമാറുന്നു. അപ്പോൾ വിശുദ്ധിയുടെ വെളിച്ചമായ വിനയം, വിശുദ്ധി എവിടെയുണ്ടോ അത് വെളിച്ചമായി തീരുന്നത് വിനയത്തിൻ്റെ ഭാവത്തിലൂടെയാണ്. വിനയം നിഗളമില്ലായ്മയാണ്. വിനയം വിധേയത്വമാണ്. അങ്ങനെയൊക്കെ നമുക്കതിനെ പ്രായോഗികമായി കാണാൻ കഴിയും. വിനയം അനുസരണമാണ്. നിഗളമില്ലായ്മ, വിധേയത്വം, അനുസരണം, ഇതെല്ലാം വിനയത്തിൻ്റെ പ്രായോഗിക രൂപങ്ങളാണ്. മറ്റുള്ളവരോട്, അധ്യാപകരോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, നമ്മളുടെ കൂട്ടുകാരോടുള്ള നമ്മളുടെ ഭാവം, ഇതെല്ലാം വിനയത്തിൻ്റെ പ്രകാശനങ്ങളായി നമ്മൾ കാണുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം പ്രസിദ്ധമാണല്ലോ. ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് 9 കാര്യങ്ങൾ, ഒരു ഫലക്കുടുന്നയിൽ നിൽക്കുന്ന 9 ഫലങ്ങളുടെ
ഒരു കുടുന്നയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. സൗമ്യത, വിനയം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപയാണത്, ഒരു ഫലമാണത്. ഒരാളിൽ പരിശുദ്ധാത്മാവ് നിവസിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക രൂപമാണ് ഈ 9 ഫലങ്ങളുള്ള ഒരു ഫലക്കുടുന്ന. ഈ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള കുഞ്ഞ്, നിറവുള്ള ഒരു കുട്ടി, തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണ്. മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ മാതാവ് ഉച്ചരിക്കുന്ന ഒരു വലിയ വചനമാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. മാതാവിൻ്റെ വിനയത്തിന് ഏറ്റവും വലിയ പാഠമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമ്മയുടെ വചനം കണ്ടാലും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവത്തോടെ നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ്, ഞാൻ നിൻ്റെ വിനയാന്വിതയായ ദാസിയാണ്. നിൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് പ്രകാരം ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന് ദൈവത്തോട് പറയുമ്പോൾ ആ വിനയം വിശുദ്ധിയുടെ വെളിച്ചമായി സമൂഹം കാണുകയാണ്. നമ്മളുടെ ഗുരു ജനങ്ങളായ അധ്യാപകർ, നമ്മോടൊത്ത് പഠിക്കുന്ന നമ്മളുടെ കൂട്ടുകാർ, നമ്മളുടെ ഭവനത്തിലെ നമുക്ക് എല്ലാം തന്നെ നമ്മളെ വളർത്തുന്ന ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ, നീളമില്ലാതെയും വിധേയത്വത്തോടുകൂടിയും അനുസരണഭാവത്തിൽ നമ്മളുടെ ജീവിതം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ വിനയം പ്രകാശിക്കുകയായി. ആ പ്രകാശനമാവട്ടെ വിശുദ്ധിയുടെ വെളിച്ചമാണ്. വിനയം വിശുദ്ധിയുടെ വെളിച്ചം. ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് ഈ പാഠം ഗ്രഹിച്ച് അതിന് പ്രകാരം വളരുവാൻ അമ്മയുടെ മധ്യസ്ഥത നിങ്ങൾക്കെല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കും.